ദേവയാനിയെ, നീ സംഭവം അറിഞ്ഞോ? നിന്റെ മോള് നിന്നെക്കാൾ കേമിയാടി. തള്ള കടമ്പ ചാടിയാ മോള് വേലി ചാടുമെന്ന് പറഞ്ഞ ഉള്ളതാടി. അച്ഛനിത് എന്ത് ഭാവിച്ചാ? ഞങ്ങളെ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണോ? അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടാന്നോ ഇവിടെ കുണ്ടാൻ വേണ്ടി ഒപ്പിച്ചത്? എടിയാ നരുന്ന് നസ്രാണി ചെക്കനുമായിട്ടുള്ള ബന്ധം മാങ്കോയ്ക്ക് കുടുംബക്കാർക്ക് ചേർന്നാണോ? എടിയാണോ അന്ന്? വയസ്സായെന്നും കരുതി മനുഷ്യന് ബോധമില്ലാതാവരുത്. എന്ത് ബന്ധമാണെന്നാ? നവലിനേക്കാളും 4 വയസ്സിന് ഇളയത് അലക്സ്. നവലം വിളിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ട് ആ ചെറുക്കൻ ഇവിടെ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഉള്ളതാന്നോ ദേവയാനി? ഞാൻ അടിച്ചത് വെറുതെ ആയോ എന്റെ ശ്രീപത്മനാഭ? എന്നാ പിന്നെ നിനക്ക് നാക്കെടുത്ത് പറയാൻ മേലായിരുന്നോ? പറയാൻ അപ്പൂപ്പ സമ്മതിച്ചോ? ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ആവശ്യമില്ലാത്തപ്പം വളവളാന്ന് പേച്ചിക്കൊണ്ടിരിക്കും. കാര്യം പറയാൻ നാവോട്ട് അനങ്ങത്തുമില്ല. ഇനി എന്റെ മോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ശ്രീപത്മനാഭ? നാട്ടുകാർക്ക് സംസാരിക്കാൻ വെറുതെ ഒരു വിഷയം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലോ. അയ്യേ മോശം. നാട് മുഴുവൻ കൊട്ടി കൊടിച്ചിട്ട് ചേച്ചെന്ന് പറഞ്ഞേ മതിയല്ലോ. സഹദേവൻ ഡ്യൂട്ടിക്ക് നവല നാട് കണ്ടാലും ഇറങ്ങുമ്പോ സഹായത്തിന് ആ കൊച്ചനെ ഉണ്ടായിരുന്നുള്ളൂ. അതില്ലാതാക്കിയല്ലോ. ഇതാദേവയാനി എന്റെ ഒരു കുഴപ്പം. ദേഷ്യം വന്നാ കണ്ണ് കാണത്തില്ല. പിന്നെന്തൊക്കെയാ പുലമ്പുന്നെന്ന് എനിക്കെന്നെ അറിയത്തില്ല. നാണക്കേടായി പോയി. ഞാൻ ആ കൊച്ചനോട് എന്ന് മാപ്പ് പറഞ്ഞേച്ച് വരാം. ദേവയാനിയെ, ആ കൊച്ചനോട് ഒച്ച വെച്ചിട്ടാണെന്ന് തോന്നുന്നു. വയറ്റിലൊരാന്തല്. കഞ്ഞിയായെങ്കിൽ വിളമ്പിക്കോ. ഓ വിളമ്പാ. ഉപ്പ് വേണ്ട കേട്ടോ. സത്യമാത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം. നിനക്ക് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കി. ആകെപ്പാടുണ്ടായിരുന്നത് മാനമാ. ഇപ്പൊ അതും പോയി. കഞ്ഞി കുടിക്കാം. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനി കളവനെ ഇവിടെ നിർത്താനാ ഭാവമെങ്കിൽ നമ്മൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ചിറ്റപ്പൻ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ അടവ് തന്നെ തിരിച്ചങ്ങോട്ടും പ്രയോഗിക്കണം. സ്വന്തക്കാരോട് വലിയ സെന്റിമെന്റ്സ് ഉള്ള ആളല്ലേ അപ്പൂപ്പൻ. ആ മർമ്മം നോക്കി അടിക്കണം. എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാ തുറന്നു പറ. എന്റെ മനസ്സിൽ മാനസിക രോഗം. അയ്യോ എന്റെ ഭഗവതി. ചേട്ടന്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ തോന്നി. എനിക്കല്ലടാ മണ്ട, ചിറ്റപ്പന്റെ അച്ഛന് മാനസിക രോഗം, അതായത് ഭ്രാന്ത്. ദാറ്റ് മീൻസ് ബട്ട്. അയ്യോ പോയല്ലോ. എപ്പ നോക്കിയാൽ ഈ പിരി പോവുക. എന്തൊരു പിരിയെ എവിടെ 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 വിളിച്ചിരിക്കുന്നത്? എന്തൊരു പിരി. എവിടെ എവിടെ? അയ്യോ എന്റെ തല പൊളിച്ചേ. നിനക്ക് സുഖം തന്നെയാണോടാ? അല്ലല്ലോ ഉടനെ പോന്നോ? ഉടനെയോ? ഞാനിവിടുന്ന് പോയിട്ട് 10-15 ദിവസമായല്ലോടാ. അതുപോലും നിനക്ക് ഓർമ്മയില്ലയോ? എന്റെ ശ്രീപത്മനാഭന്റെ പിരി പോയല്ലോ. പിരി പോയി. തപ്പായാലും അത് തപ്പിയാ ഇനി എവിടെ കിട്ടാനാടാ? ഒരിക്കൽ പോയാ പോയതല്ലയോ? അക്രമം തുടങ്ങി. ശ്രീപത്മനാഭ പ്രഭാകര, ആളും പേരും വരുന്ന ഇറയത്ത് എവനെ ഇങ്ങനെ കയറൂരി വിട്ടാലോ? എടാ പ്രഭാകര. ഇതെപ്പ എത്തി? നീ ഒരു മോനാണോടാ? സ്വന്തം തന്ത ഈ നിലയിലായിട്ട് നീ എന്തോ ചെയ്തു? നെല്ലിക്കായിരിപ്പുണ്ടായിരുന്നല്ലോ ഇവിടെ. തളം വെച്ചൂടായിരുന്നോ? അല്ലെ കറണ്ടുള്ള വീടല്ലയോ ഇത്? കറണ്ട് അടുപ്പിച്ചൂടായിരുന്നോ? ഇതൊന്നും അത്ര ചെലവുള്ള കാര്യമല്ലല്ലോ പ്രഭാകര. വല്യച്ഛന് രാവിലെ ഇത് എന്ത് പറ്റി? എന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്ത് എനിക്കല്ല, അതിന്റെ തന്തയ്ക്ക. അത് നീ മനസ്സിലാക്കിയില്ല. പക്ഷെ പാവം സഹദേവൻ മനസ്സിലാക്കി. അപ്പം വിവരം വെളുപ്പിനെ എന്നോട് പറയുന്നത്. അല്ലെങ്കിൽ രാത്രിയിലേക്ക് പോകുന്നതിന്. ആരെ കിടന്ന് കാറിന്റെ ഹോൺ അടിക്കുന്നത്? ഞാൻ വന്ന കാറാ. വല്യച്ഛൻ കാറും പിടിച്ചാണോ വന്നിരിക്കുന്നത്? പിന്നല്ലയോ. ആ പാവം സഹദേവൻ വെളുപ്പിനെ തേരാ പാര അലഞ്ഞു പിടിച്ചു തന്നാ. നീ ആ ചക്രം എന്താ വെച്ചാൽ കൊടുത്ത് പറഞ്ഞുവിട്. പിന്നെ പൽക്കൂന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ 2-3 അമ്പലങ്ങളിൽ കൂടി കയറി. അപ്പൊ കൂലി കുറച്ച് കൂടുതലായി കാണും. അവരെ നിർത്തി മെനക്കെടുത്ത് അത് എന്താ വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിട്. പോ ചെല്ലു ചെല്ലു. അവന്റെ ഒരു വീപ്പി. ചെറ്റത്തരം കാണിക്കരുത് പറഞ്ഞേക്കാം. വല്യച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നീ എന്താണ് എന്റെ വേണമെന്ന് പറഞ്ഞത്? ഞാൻ അന്നേ ചിറ്റപ്പനോട് പറഞ്ഞല്ലോ കളി തീർന്നിട്ടില്ലാന്ന്. പോട്ടെ പോട്ടെ പോട്ടെ. അന്ന് ചിറ്റപ്പൻ ഗോൾ അടിച്ചു. പക്ഷെ ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. ഞാൻ ഗോൾ അടിച്ചോണ്ടേ ഇരിക്കും. ഗോൾ അടിച്ചോ? പക്ഷെ കളിക്ക് ഒരു അന്തസ് വേണം. ലക്ഷ്യമാണ് പ്രധാനം. മാർഗം ഒരു പ്രശ്നമേ അല്ല. അതെ അതെ. എടാ ഒരു കോഴി കൂടിയൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. അത് എനിക്കും അറിയാം. ഒരുപാട് കോഴികൾ ഒരുമിച്ച് കൂന്നുകൊണ്ടാണ് നേരം വെളുക്കുന്നത്. നമ്മളത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. നിന്ന് സമയം കളയാ ചിറ്റപ്പൻ പൊക്കോ. ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ നീ വല്യച്ഛനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകത്തില്ലല്ലേ?
ഇപ്പൊ മലയാളത്തിലല്ലേ ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. എന്റെ കുടുംബ സമാധാനം തൊലച്ചതി നടങ്ങൂ. അതെ, എനിക്ക് ക്രമസമാധാനമാണ് വലുത്. ചിറ്റപ്പ ഇവിടെ ഇങ്ങനെ നിന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കല്ലോ. മോനെ, എപ്പോഴും ഇങ്ങനെ പൊക്കത്ത് നിൽക്കാമെന്ന് നീ വിചാരിക്കല്ലേ. ഇല്ല ചിറ്റപ്പ, എനിക്ക് ഈ മാസം കൂടിയുള്ളൂ ട്രാഫിക് ഡ്യൂട്ടി. കണ്ടു കണ്ടു ഓ. ജനങ്ങളെ അവള് വന്നില്ലയോ? ഡോക്ടർ അകത്തേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു. എന്തോ അസുഖമേ? അതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഓ, ഇവിടുന്നൊന്നും അറിയാനില്ല. നല്ല ഏമ്പക്കം. വയസ്സിപ്പോ എന്തുവായി? 68 നടപ്പായിപ്പ. ഭക്ഷണമൊക്കെ എങ്ങനാ? ഓ, നല്ല പോലെ കഴിക്കും, ഒരു കുഴപ്പമില്ല. അതാ കുഴപ്പം. ഈ പ്രായത്തില് വാരി വലിച്ച് തിന്നരുത്. നമ്മുടെ പല്ല് എപ്പ കൊഴിയാൻ തുടങ്ങുന്നോ അപ്പം മുതൽ കട്ടി ആഹാരം നിർത്തണം. അതിനു വേണ്ടിയിട്ടല്ലയോ ദൈവം മനഃപൂർവ്വം പല്ല് തല്ലി കൊഴിക്കുന്നത്. എന്നാലും ഓരോരുത്തന്മാരുള്ള പല്ലും വെച്ച് കാളയും പോത്തിനെയും വെട്ടി അങ്ങ് വിഴുങ്ങും. അപ്പൊ അമ്മാവന് ഇതൊന്നും കഴിക്കത്തില്ലയോ? അതിന് എന്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ലല്ലോ. ഈ 32 എണ്ണവും ഉണ്ട്. വയറ്റിന്ന് പോകുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും 2 നേരം മുടങ്ങാതെ പോകുന്നുണ്ട്. അതൊരു പോക്കല്ല. ഈ പ്രായത്തിൽ കുറഞ്ഞത് 3 നേരമെങ്കിലും പോണം. 3 നേരവും? മൂന്നാമതെപ്പോഴാ? വെളുപ്പിന് ഒരു 2-2:30 മണിക്ക്. അത് അയ്യത്തായ ഉത്തമം. കാറ്റ് തട്ടുന്നത് നല്ലതാ. ആ സമയത്ത് എങ്ങനെയാ ഉണരുന്നേ? അത് അലാറം വെച്ച് ഉണരണം. ശീലമായ തനിയെ ഉണർന്നുള്ളൂ. ഞാൻ അങ്ങനാ. ഇനിയും വരുമോ? ആ, ഇവിടെ തന്നെ 2 ഡോക്ടർമാരുണ്ട്. 2 പേരുടെ ഞാൻ മരുന്നൊന്നും വാങ്ങി കഴിക്കത്തില്ല. അല്ലേ തന്നെ വെറുതെ എന്തിനാ ഇംഗ്ലീഷ് മരുന്ന് വാരി വലിച്ച് തിന്നുന്നേ? മുഴുവൻ വിഷമല്ലയോ? ആന്നോ? പിന്നല്ലയോ. എന്ത് അസുഖം എന്ന് പറഞ്ഞാലും കുറെ ഗുളികയ്ക്ക് എഴുതി തരും. അത് കഴിച്ച അസുഖം മാറും. പകരം വേറൊരെണ്ണം വരും. അപ്പൊ വേറെ നിറത്തിലുള്ള ഗുളിക തരും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഗുളിക തീറ്റിച്ച് അങ്ങ് കുഴിയിലോട്ടെടുക്കും. ശ്രീപത്മനാഭ, ഈ വെളുത്തുള്ളി ചുട്ട് മോളിഞ്ഞ് വന്ന ഞങ്ങളിവിടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാക്ടർ വരുന്നവരെ രോഗി മുഷിയരുതല്ല. പരിശോധീര് ഇരിക്കൂ. എന്താ അസുഖം? പിന്നെന്തിനാ വന്നത്? ഞാനേ പിന്നെ വരാം. ലതേ, മോളുറങ്ങി. ലതേ, ഉറങ്ങണ്ടേ? ഉറങ്ങിക്കോ. ലതേ, എന്താ? ഉറങ്ങിയാലോ? ഉറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? ലതേ, കുറച്ച് ദിവസമായിരുന്നു പഠിക്കുക. നമുക്കിന്ന് അങ്ങ് ഉറങ്ങാം. എന്താ പ്രഭ ഇത്? ഇപ്പോഴാണോ തമാശ കാണിക്കുന്നത്? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അടുത്ത മാസം എക്സാമിനേഷനാ. പ്രഭ എന്താ കൊച്ചുകുട്ടിയാ? കിടന്നുറങ്ങിക്ക. ഈ ലൈറ്റ് ഇതിനകത്ത് കിടന്ന് എനിക്ക് ഉറക്കം വരികയല്ല. എനിക്ക് എന്തായാലും കുറച്ച് പഠിച്ചേ പറ്റൂ. ഇല്ലാത്ത നേരം ഉണ്ടാക്കിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്റെ ആ മുഖശ്രീ തേച്ചിരുന്ന ഇവിടെല്ലാം എന്ത് സോഫ്റ്റായെന്നോ. ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കോ? അപ്പൊ നിൽക്കണോ അതോ പോണോ? എനിക്ക് പഠിക്കണം. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? ഓ, അകത്തെന്തൊരു ചൂടാവില്ലേ? വല്യച്ഛന് ഈ ചൂടൊന്നും തോന്നില്ലേ? ഓ, പള്ളിയച്ചിനി എന്തോന്ന് ചൂട്. ആ കാലമൊക്കെ പോയില്ലയോ? അവളെവിടെ? മലതാ ഉറങ്ങിയോ? അവള് പിന്നെ MD-ക്ക് പഠിച്ചോണ്ടിരിക്കുക. എന്തിടി? അതൊരു ഉയർന്ന ഡിഗ്രിയാണ്. എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയോ? സത്യം പറഞ്ഞാൽ ഈ വീട്ടുപണിക്കിടെ പഠിക്കുന്നതിന് അവളെ സമ്മതിക്കണം. ഒരടി വെച്ച് എന്നാലുണ്ടല്ലോ. മൂക്കി പല്ല് വന്നിട്ടാണോടാ പഠിക്കുന്നേ?
ഒരുത്തി നട്ടപ്പാതിരാക്കി അകത്തിരുന്ന് പഠിക്കുന്നു, ഒരുത്തൻ തിണ്ണ നിരങ്ങുന്നു. നാണമില്ലല്ലോടാ. വെറും പഠിത്തം മാത്രം പോരാ, കുറച്ച് ജീവിതവും കൂടെ വേണം. നിന്റെ വല്യമ്മ ഉണ്ടല്ലോ മഹേശ്വരി, എന്റെ സമയവും കാലവും നോക്കിയിട്ട് അവൾ എന്തും ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നറിയാവോ, ഞാനും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ ആയിരുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയുടെ സന്തോഷമാണ്. ഭാര്യയുടെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാണ് പോയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം വല്യച്ഛനീ പറയുന്നത്? അവളോട് പഠിച്ചതൊക്കെ മതി എന്ന് പറ. ചെല്ല് പോ. അവൾ ഏതായാലും പഠിച്ചു തുടങ്ങിയില്ലേ, ഇന്നിനി പഠിക്കട്ടെ. ഇങ്ങനൊരു പണ്ട് എടാ, തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളാവുമ്പോ അവരൊന്നും ഇങ്ങോട്ട് ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞങ്ങോട്ട് പെരുമാറണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കാം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നിന്റെ മനസ്സിലെന്തോ ആശയക്കുഴപ്പമുണ്ട്. എടാ, മനസ്സാടാ എല്ലാ രോഗത്തിനും കാരണം. നീയൊക്കെ പഠിച്ച വലിയ ഡാക്ടർമാരാണെന്ന് പറഞ്ഞ് എന്തിനാടാ നടക്കുന്നത്? നാണമില്ലയോടാ? മനസ്സ് ചൂടായോ തണുപ്പിച്ചിട്ടേ ഉറങ്ങാവൂ. നിദ്രാവിഹീനമായ രാത്രി. ഒരു ചെറ്റ കുടിലാണെങ്കിലും മുക്കാലയുടെ മനസ്സ് നിറയെ മുക്കാബിലയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. മാളിക മുകളിലാണെങ്കിലും മുക്കാബിലയുടെ മനസ്സിലും മുക്കാല നിറഞ്ഞു നിന്നു. അവൾ പാടി, മനസ്സു മനസ്സിന്റെ കാതിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോഗ്രാം മുഖ്യതായിരിക്കും. ഇത് നല്ല ജോലി. ഏതു ക്ഷേത്രത്തിൽ നിന്നാ എന്നത്തേക്കാ പ്രോഗ്രാം വേണ്ടത്? ഞങ്ങൾ ബാങ്കിൽ നിന്നാ. ഓ, ബാങ്കിന്റെ വാർഷികമാണോ? അകത്തോട്ടിരിക്കാലോ. ഞങ്ങൾ മിസ് കൗസല്യെ കാണാൻ വന്നതാ. അതിന് അവളല്ലല്ലോ പരിപാടിക്ക് പോകുന്നത്, ഞാനല്ലേ. മംഗളൻ മങ്കൊമ്പ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ല, പിന്നെ കൗസല്യ ബാങ്കിന് എടുത്ത ലോണിനെ പറ്റി സംസാരിക്കാനാ. എടി കൗസല്യേ, എടി നീ പശുവിനെ മേടിക്കാനെടുത്ത കാശിന് ആള് വന്ന് നിൽക്കുന്നു. ചുമ്മാ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ സോറി, ഞാൻ അകത്ത് ലേശം ജോലിയിലായിരുന്നു. സാർ പുതിയതായിട്ട് വന്ന മാനേജർ ആണല്ലേ? ഇരുന്നാട്ടെ. നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം 25,000 രൂപ ലോൺ എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത് പലിശ ഉൾപ്പെടെ 35,000-ന് മുകളിലായി. എന്നിട്ട് ഇതുവരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചില്ലല്ലോ. അയ്യോ, അടയ്ക്കാൻ ബുദ്ധിമുട്ടാ. അത് ഞാൻ മുമ്പിരുന്ന മാനേജറുടെ മുഖത്ത് നോക്കി പറഞ്ഞാണല്ലോ. നിങ്ങൾ വന്ന 25,000 രൂപയ്ക്ക് ആകെ കിട്ടിയത് 3 പശുവിനെയാ. അതിന് എല്ലാത്തിനെയും കൂടെ ഞെക്കി പിഴിഞ്ഞാൽ ചോരയും ചേർത്ത് 6 ലിറ്റർ പാലാ കിട്ടുന്നത്. അതിൽ പിന്നെ വെള്ളവും ചേർത്ത് 12 ലിറ്റർ ആക്കി വിറ്റാലും കച്ചിയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയാണോ സിസ്റ്ററെ? പ്രീ ഡിഗ്രി വരെ പഠിച്ച് എനിക്കൊരു ജോലി തരാനോ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല. അഥവാ ജോലി തന്നിരുന്നെങ്കിൽ തന്നെ ശമ്പളമായിട്ട് ഇപ്പൊ എത്ര രൂപ തരേണ്ടി വന്നേനെ? അത് മാത്രം ക്ഷാമബത്ത, പ്രോവിഡന്റ് ഫണ്ട്, ഇൻക്രിമെന്റ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതൊക്കെ വേറെ. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. വെറും 25,000 ഉലുവയും തന്നിട്ട് അത് തിരിച്ചു പിരിക്കാൻ നടക്കുന്നത് നാണം കെട്ട ഏർപ്പാടാ. സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് തന്ന വായ്പ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞങ്ങളെ വെറുതെ ജപ്തി നടപടിയിലേക്ക് വലിച്ചിടക്കരുത്. വരൂ. ചേടാ, ഇവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാ അയ്യാടാ ജപ്തി. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികള് ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. നമ്മൾ അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യണം. വേണ്ടി വന്ന അല്പം ബലവും പ്രയോഗിക്കണം. അതൊക്കെ അവർക്ക് ഇഷ്ടമാടാ. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. നീ എന്ത് നോക്കി പഠിപ്പിക്കുന്നേ? എന്തോടി പേടിപ്പിക്കുന്നേ? അല്ല, ബ്രഷ് എന്തിനാ വലിച്ചെറിഞ്ഞ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതം എന്ന് പറയേണ്ടത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. ബഹളം വയ്ക്കാതെ. കാലത്ത് പേടി അയ്യോ, അച്ഛൻ കേൾക്കും. കിടക്കടി പതുക്കെ. അങ്ങോട്ട് നീ കിടക്ക. ലൈറ്റ് ഓഫ് ചെയ്യടി. ഇനി കെട്ടിപ്പിടിക്കാനും പറയണമായിരിക്കും. എന്താ ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്താലോചിക്കായിരുന്നു? വല്യച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ്. വല്യച്ഛൻ എന്ത് പറഞ്ഞു? അതായത് ചില പെണ്ണുങ്ങൾക്ക് ചില അവസരങ്ങളിൽ ബലം പ്രയോഗിക്കുന്നതാണ് ഇഷ്ടമെന്ന്. നീ തന്നെ പൊതുങ്ങിയില്ലേ? എന്തു പറ്റി? അപ്പൊ അവിടെ വരെ എത്തി സംഗതി. ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണമെന്ന് വരെ ആ കിളവൻ ഉപദേശം തുടങ്ങി. അയ്യോ, വല്യച്ഛൻ അങ്ങനെ മിണ്ടണ്ട.
എന്റെ കൺസൾട്ടന്റ് റൂമിൽ കയറി ഇല്ലാത്ത ന്യൂസൻസ് ഉണ്ടാക്കി വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മോളെ വഷളാക്കി ഇപ്പൊ ബെഡ്റൂമിലും ഇപ്പൊ എന്താ സംഭവിച്ചേ? മോളെവിടെ? മോള് വല്യച്ഛന്റെ കൂടെ കിടന്നങ്ങോറായി. ഓഹോ അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി കരുതി കൂടി ചെയ്ത പണിയാണല്ലേ? നാണമില്ലല്ലോ. അത് ലതേ, കിണറ്റിൽ വീണ മുയലിനെ രക്ഷിക്കാൻ കൊരങ്ങൻ പാമ്പിനോട് പറഞ്ഞു. അപ്പൊ പാമ്പ് പറഞ്ഞു, വടിയുടെ ആ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുന്ന. ആ വരാനാ പറഞ്ഞത്. കിടക്കാനുണ്ട് ഒരു സ്ഥലം. സാറിന് ദുർഗുണം പഠിച്ചോളും. ദേ, ഇതിൽ ഇടപെടണ്ട കേട്ടോ. എന്റെ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം. വടി ഇങ്ങോട്ട്. വരാനാ പറഞ്ഞത്. എടീ, ഇങ്ങോട്ട് വരാൻ. അത്രയ്ക്കായോ? നിന്നെ ഇനി ഞാൻ വളർന്നു വരുന്നോറും വഷളായി വരിക പെണ്ണ്. അവള് കുഞ്ഞിനെ തല്ലി.